ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫുൾ ബൈൻഡിങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഓർഡർ എങ്ങനെയാണെന്നൊക്കെ. അതിൽ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ പോർഷൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ്. ഒരുപാട് പേര് ഡൗട്ടൊക്കെ ചോദിച്ച കാരണമാണ് ഇന്നത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മളാദ്യം പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കവർ പേജ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ പേജ് വെച്ചിട്ടുണ്ട്. പ്രൊജക്റ്റ് റിപ്പോർട്ട് ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത കാരണം ഞാനിപ്പോൾ ചെയ്ത PDF ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതിനുശേഷം ഡിക്ലറേഷൻ, നമ്മുടെ പ്രൊജക്റ്റിന് ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. ദെൻ എക്നോളജ്മെൻ്റ് ആണ് വരുന്നത്, അതും ഇതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം കണ്ടൻസ് ആണ് വരുന്നത്. കണ്ടൻസ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിൽ വരുന്ന ഓരോ ഓർഡർ, നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലെ കണ്ടൻസിൻ്റെ ഓർഡർ കാണിക്കുക. ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, ഫൈൻഡിങ്സ് ആൻഡ് സജഷൻസ്, കൺക്ലൂഷൻസ്, ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ്. പിന്നെ അതിൻ്റെ എല്ലാ പേജ് നമ്പർ കൂടെ നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് കാണിക്കണം. അതിനുശേഷം ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആണ് വരുന്നത്. അതിലും നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം, നമ്മൾ ടേബിൾ വൈസ് ഡീറ്റെയിൽസ് ആണെങ്കിലും ചാർട്ട് വൈസ് ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം കാണിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ അത് വരുന്ന പേജ് നമ്പർ കൂടെ കാണിക്കുക. നമുക്കിത് രണ്ടായിട്ട് കാണിക്കണം എന്നില്ല, അതായത് ലിസ്റ്റ് ഓഫ് ചാർട്ടും ലിസ്റ്റ് ഓഫ് ടേബിളും ഒന്നായിട്ട് കാണിച്ചാലും മതി. ദെൻ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നമ്മൾ സിനോപ്സിസിൽ 1.5-2 പേജിൻ്റെ അകത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇതിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ഒക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്ത് എഴുതാം. നമ്മൾ സിനോപ്സിസിലൊക്കെ കൊടുത്തതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്യാം. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി ആൻഡ് മെത്തഡോളജി ഓഫ് ദ സ്റ്റഡി. ഇത് രണ്ടുമാണ് പിന്നീട് കാണിക്കേണ്ടത്. ദെൻ ടൂൾ ഫോർ ഡാറ്റ അനാലിസിസ്. നമ്മൾ ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്ത ടൂളിനെ പറ്റി വല്ല ഇക്വേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിക്കാം. ദെൻ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി ആൻഡ് ചാപ്റ്റർ 1 ലാസ്റ്റായിട്ട് ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡിയും കൊടുക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കാം. ദെൻ ചാപ്റ്റർ 3 തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. ഇതൊന്നും പിന്നെ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ദെൻ ചാപ്റ്റർ 4 ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടേബിൾ, ചാർട്ടുകൾ എല്ലാം നമ്മളിതിലാണ് കാണിക്കേണ്ടത്. നമുക്ക് എല്ലാ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എത്രത്തോളം പ്രൊജക്റ്റ് ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ചെയ്യാം. ദെൻ ചാപ്റ്റർ 5 ഫൈൻഡിങ്സ്, സജഷൻസ് ആൻഡ് കൺക്ലൂഷൻ. ഇതിന് നമുക്ക് മേജർ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫൈൻഡിങ്സൊക്കെ കാണിക്കാം. സജഷൻസ് എന്ന് ചെറിയ ഹെഡ് കൊടുത്തിട്ട് അതിൽ സജഷൻസ് കാണിക്കാം. ദെൻ കൺക്ലൂഷൻ, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കൺക്ലൂഷൻ കാണിക്കാം. ദെൻ ബിബ്ലിയോഗ്രഫി. ദെൻ അപ്പൻഡിക്സ്. ഇതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യനെയറൊക്കെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വരാവുന്ന മറ്റ് ചില ഡൗട്ടുകൾ കൂടി ഇപ്പോൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, പ്രൊജക്റ്റിലെ പ്ലേസ് ആൻഡ് ഡേറ്റ് ഏതാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അത് നമ്മൾ മാനുവലി പേന കൊണ്ട് എഴുതി കൊടുത്താൽ മതി. നമ്മളത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ബാക്കിയെല്ലാം റെഡിയാക്കി അത് പ്രിൻറ്റ് ചെയ്ത് പ്രൊജക്റ്റാക്കി ബൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗൈഡിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്ന സമയത്ത് അന്നത്തെ ഡേറ്റും പ്ലേസും കൊടുത്താൽ മതി. പിന്നെ ഉള്ളൊരു ഡൗട്ടാണ് പ്രൊജക്റ്റിൻ്റെ പേജ് നമ്പർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്.
എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. പ്രൊജക്റ്റിൻ്റെ പേജ് നമ്പർ നമുക്ക് ഓരോ പേജിൻ്റെ താഴെയായിട്ട് കൊടുത്താൽ മതി. അതിൽ തന്നെ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേജാണ് നമ്മൾ 1-ാം നമ്പർ പേജായിട്ട് കണക്കാക്കേണ്ടത്. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ഇട്ടിട്ട് പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പറയുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.